Hi all, welcome back The Secret Pivot. എൻ്റെ പേര് മീതു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി സീരീസിൻ്റെ 8th എപ്പിസോഡാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SMC ICT റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് നമ്മൾ തന്നെ റിഫൈൻ ചെയ്തെടുത്ത നമ്മുടെ ഒരു പ്രോഡക്റ്റാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ITS എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ SMC ആയാലും ICT ആയാലും അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്, അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയും ഒപ്പം മാർക്കറ്റിൻ്റെ സ്ട്രക്ചറുമാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിൽ പുൾ ബാക്ക് പഠിച്ചു, FEG, ഓർഡർ ബ്ലോക്ക്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്സുകൾ കവർ ചെയ്തിട്ട് ഇനി ഞാൻ നെക്സ്റ്റ് പറയുന്ന വീഡിയോസൊക്കെ കാണുക. ഓക്കെ, ഞാൻ പറഞ്ഞു മെയിനായിട്ടുള്ളത് ലിക്വിഡിറ്റിയും അതുപോലെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറുമാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഈ ഒരു എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി എന്താണെന്നുള്ളതാണ്. സിമ്പിളായിട്ട് ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് മൂവ് ചെയ്യാൻ വേണ്ട ഫ്യൂവൽ ആണെന്ന് പറയാം. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ് എന്ന് പറയാം. മാർക്കറ്റിൽ അപ്സൈഡ് ആയാലും ഡൗൺ സൈഡ് ആയാലും മാർക്കറ്റിന് മൂവ് ചെയ്യാൻ വേണ്ട ഓർഡേഴ്സ് വേണം. എങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഓർഡേഴ്സിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇടുന്ന അവരുടെ ലിമിറ്റ് ഓർഡേഴ്സ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലുള്ള റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആവാം, അതെന്തുമാവാം. ഓർഡേഴ്സ് വേണം, എങ്കിൽ മാത്രമേ മാർക്കറ്റിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് ഒരു ഇമ്പൾസ് മൂവ് തന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കറക്റ്റീവ് മൂവ് വരും. അതിനുശേഷമാണ് വീണ്ടും ആ ഒരു ഇമ്പൾസ് മൂവ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ്. ഈ ഇമ്പൾസ് മൂവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡേഴ്സ് ആവശ്യമാണ്. അത് സ്റ്റോപ്പ് ലോസ് ആവാം, ലിമിറ്റ് ഓർഡേഴ്സ് ആവാം. സ്റ്റോപ്പ് ലോസിനെ അല്ലെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഓർഡേഴ്സിനെ മാർക്കറ്റ് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലിക്വിഡിറ്റി എവിടെയൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്, റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എവിടെയാണ് ലിക്വിഡിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്തതിന് ശേഷം അത് മനസ്സിലാക്കി നമുക്കും അവരോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എത്രത്തോളമാണ് ആ ഒരു ലിക്വിഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ലിക്വിഡിറ്റി മെയിനായിട്ടും ഉള്ള കുറച്ച് ഏരിയാസാണ്. ലിക്വിഡ് മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അതിൽ ഞാനിപ്പോൾ നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ലിക്വിഡിറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇനി ബാക്കി ഞാൻ വഴിയെ പറയാം. ഓക്കെ, ബാക്കി വീഡിയോസിൽ ബാക്കി വഴിയെ പറയാം. നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് പോലെ മെയിനായിട്ട് നമുക്ക് 4 ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയാം. ഇതല്ല, ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. മെയിനായിട്ട് നമുക്ക് 4 ടൈപ്പ് എന്ന് പറയാം. അതിൽ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി വരും. നമ്മൾ RC ആയാലും ICT ആയാലും ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പിൽ 15 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നോക്കാറുണ്ട്. കൂടാതെ പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ, അതും ഒരു ലിക്വിഡിറ്റിയാണ്. ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ഒരു ലിക്വിഡിറ്റിയാണ്. ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് പുൾ ബാക്ക് എന്നായിരിക്കണം. ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റും പുൾ ബാക്കും സെയിം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ലിക്വിഡിറ്റി. ഇതല്ലാണ്ട് ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, ഇങ്ങനെയൊക്കെയുള്ള ലിക്വിഡിറ്റി വേറെ ഉണ്ട്. പിന്നെ ഡേ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും അതൊക്കെ ലിക്വിഡിറ്റിയാണ്. ഇത് ചാർട്ടിൽ നോക്കുമ്പോൾ ഞാൻ പറയാം എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി എന്ന്. അങ്ങനെ ഒത്തിരി ലിക്വിഡിറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു ലിക്വിഡിറ്റി മനസ്സിലാക്കി നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമ്മളും അവരോടൊപ്പം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ലിക്വിഡിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രയോജനം. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി എന്ന് റിയൽ ചാർട്ടിൽ നോക്കി മനസ്സിലാക്കാം. റിയൽ ചാർട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിക്ക് എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇത് നമുക്ക് ലോങ്ങർ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യാം, ലാർജർ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ 1 മിനിറ്റിലാണ് ആ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈനാണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുവാണ്, ഈ ഒരു ലൈനിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ എന്ത് കാണും, SL കാണും. ഇവിടെ നിന്ന് കയറിയവർക്ക് ഇതിൻ്റെ താഴെ ആയിരിക്കും SL. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ലൊരു ഫോള് തന്നു. അപ്പോൾ മാർക്കറ്റിൽ റീറ്റെയിലേഴ്സ് എന്ത് ചിന്തിക്കും, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയി എന്ന് ചിന്തിക്കും. ഇവിടെ ഇതിൻ്റെ താഴെ SL വെച്ചവരുടെ എല്ലാം SL ഇവിടെ കളക്ട് ചെയ്തു. മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തു, സെല്ലിംഗ് ആണെന്ന് കാണിച്ച് കുറച്ച് സെല്ലേഴ്സിനെയും കൂടെ മാർക്കറ്റിൽ, റീറ്റെയിലേഴ്സായ കുറച്ച് സെല്ലേഴ്സിനെയും കൂടെ മാർക്കറ്റിൽ എൻട്രി ചെയ്യിപ്പിച്ചു.
എന്നിട്ട് ഈ ഒരു ബൈയിങ് സോണിൽ നിന്ന് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഈ ഒരു ബൈയിങ് സോണിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് കാണിച്ചു. നമുക്ക് ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് വെക്കാം. അപ്പോൾ ഇതാണ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിക്കുള്ള ഒരു എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് 15 മിനിറ്റിൻ്റെ ഹൈയും ലോക്കും ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽസ് എല്ലാം ഞാൻ 15 മിനിറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ ക്യാൻഡിൽസും 15 മിനിറ്റ് ക്യാൻഡിൽസ് ആണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ് നോക്കുന്നത്, ഫ്യൂച്ചർ ചാർട്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ഒരു 15 മിനിറ്റിൻ്റെ ഇത് ഈക്വൽ ഹൈ ആയിട്ടും കൺസിഡർ ചെയ്യാം. ഈ ക്യാൻഡിൽസിൻ്റെ ഹൈ എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു, എന്നിട്ട് നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം കാണിച്ചു. അതുപോലെ നിങ്ങൾക്ക് നോക്കി കാണാം, ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തു, നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാൻ പറ്റില്ല. അതിന് കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റൂ. ഈ ഒരു ഏരിയയിലും 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ എടുത്ത് സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഈ ഒരു മൊമെൻറ്റം കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് എൻട്രീസ് നമുക്ക് ആ ഒരു മെത്തേഡിൽ കിട്ടും. പക്ഷേ ഡയറക്റ്റ് നമുക്ക് അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എൻട്രി എടുക്കാനും പറ്റില്ല. ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഇവിടെ സ്വീപ്പ് ചെയ്തേക്കുവാണ് ഈ ഒരു ക്യാൻഡിൽ, എന്നിട്ട് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം മാർക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് 1 ഡേ ക്യാൻഡിലും നോക്കുന്നത്. ജസ്റ്റ് ഞാൻ അതും ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് 1 ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ പിറ്റേ ദിവസം ഉണ്ടാക്കിയ ആ ഒരു ചെറിയ ഡോജി ക്യാൻഡിലിനെ വീണ്ടും ഇവിടെ നിന്ന് സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നിരിക്കുന്നു. ഞാൻ വീണ്ടും പറയുവാണ്, ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് എൻട്രി എടുക്കാൻ പറ്റില്ല. അതിൽ നമ്മുടെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു എൻട്രി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ സ്വീപ്പ് ചെയ്ത് നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം മാർക്കറ്റ് തന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ലിക്വിഡിറ്റിയാണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ലിക്വിഡിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും 1 ഡേ ടൈം ഫ്രെയിമിൽ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എൻട്രീസ് വരാൻ ചാൻസ് കൂടുതലാണ്, ഇപ്പോൾ ഡൗൺ സൈഡ് ആയാലും അപ്പ് സൈഡ് ആയാലും. ഓക്കെ, ഇനി അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് പുൾ ബാക്ക് ആണ്. പുൾ ബാക്കിൻ്റെ താഴെ നമ്മൾ എന്താണ് ഒരു SL ഹണ്ടിങ് ഏരിയ ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പുൾ ബാക്ക് ഉണ്ട്, ഇവിടെയും ഒരു പുൾ ബാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയാസൊക്കെ ലിക്വിഡിറ്റി ഏരിയാസാണ്. മാർക്കറ്റ് എന്ത് ചെയ്തു, താഴെ വന്ന് അവിടെ ഉണ്ടായിരുന്ന SL എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നേക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ഞാനൊരു അപ്സൈഡ് എൻട്രിയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ മാർക്കറ്റ് ഈ ഏരിയാസിലുള്ള ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്ത് മാർക്കറ്റിങ് താഴെ വന്ന് ഈ ഒരു ഇവിടെ ബൈയിങ് പ്രഷർ ഓൾറെഡി തന്നിട്ടുള്ളൊരു സ്ഥലമാണ്, അവിടെ വന്ന് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ബൈയിങ് പ്രഷർ തന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് ഏരിയാസൊക്കെ എപ്പോഴും ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മാർക്കറ്റിൽ ഒരുപാട് പുൾ ബാക്ക് വരും. ഞാനിപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാകുമ്പോൾ ഒരുപാട് പുൾ ബാക്ക് കാണാൻ പറ്റും, അതിൽ ലോങ്ങർ ടൈം ഫ്രെയിമിൽ അതനുസരിച്ച്. അപ്പോൾ ആ ഒരു എല്ലാ പുൾ ബാക്കും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എൻട്രി എടുക്കാൻ. പക്ഷേ എല്ലാ പുൾ ബാക്കിലും SL കാണാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ അതെല്ലാം നമുക്ക് എൻട്രി എടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്, പക്ഷേ ആ ഏരിയയിലെ ഒരു ലിക്വിഡിറ്റി ഇവിടെ കളക്ട് ചെയ്തിട്ട് പക്ഷേ മാർക്കറ്റ് വീണ്ടും ഒരു ഡൗൺ സൈഡിലേക്കാണ് മൂവ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റിയും കൂടെ കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു മൊമെൻറ്റം അപ്പ് സൈഡിലേക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയാസിൽ ഈ ഒരു പുൾ ബാക്ക് വരുന്ന ഏരിയാസിൽ എപ്പോഴും ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിൽ ഏത് പുൾ ബാക്കാണ് നമുക്ക് എൻട്രി ആക്യുറേറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സക്സസ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയാസിലൊക്കെ എപ്പോഴും ഇപ്പോൾ ലിമിറ്റ് ഓർഡേഴ്സിലായാലും ഓർഡേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ SL ഓർഡേഴ്സും വരാൻ ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, എന്നിട്ട് അതനുസരിച്ച് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി ഇത് കൂടാതെ ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം ഇതൊക്കെ ലിക്വിഡിറ്റി ഏരിയാസാണ്. അപ്പോൾ അതൊക്കെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഒരു എൻട്രി പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒത്തിരി റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു SL ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറിയായിരിക്കും എവിടെയായിരിക്കും അവർ SL വെക്കാൻ കൂടുതൽ ചാൻസ് എന്ന്. അപ്പോൾ അതൊക്കെ നോക്കി അതും കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാറുണ്ട്. ആ ഒരു ഏരിയാസൊക്കെ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൂവിങ് ആവറേജ് ഒക്കെ യൂസ് ചെയ്ത് ട്രേഡ് എടുക്കാറില്ലേ. അപ്പം മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ വെക്കുന്ന ആ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും അവരുടെ SL എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടൊക്കെ നിങ്ങൾ കാണാറില്ലേ. ഇപ്പോൾ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് വെക്കുന്നതായിട്ട് കാണിച്ചിട്ട് വീണ്ടും ആ ഒരു ഡയറക്ഷനിലേക്ക് തിരിച്ച് മാർക്കറ്റ് കയറിയിട്ട് നല്ല ഒരു മൂവ്മെൻറ്റ് തരാറുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലിക്വിഡിറ്റീസൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഇതൊക്കെ ലിക്വിഡിറ്റികളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ലിക്വിഡിറ്റിയെ പറ്റി പറയാനുള്ളത്. ഇനിയും കുറച്ചധികം ലിക്വിഡിറ്റി വേറെ ഉണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക്